بسم الله الرحمن الرحيم. Salvation. السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ നേതാക്കളെ, അനുയായികളെ, മാതാപിതാക്കളെ, മക്കളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തണം എന്ന് ഉണർത്തുകയാണ്. കുറച്ച് സവിശേഷമായ ഒരു വിഷയം, സാധാരണ വിഷയം തന്നെയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് മൃഗങ്ങളുണ്ട്. നമ്മളെ തലയിൽ മാത്രം ഒരുപാട് പേനുകളുണ്ട്. നമ്മളുടെ കട്ടിലിന് ചുവട്ടിലും കസേരയ്ക്ക് ചുവട്ടിലുമായി കോടിക്കണക്കിന് കൊതുകുകളുണ്ട്. കട്ടിലിൽ ഒരുപാട് മുട്ടകളുണ്ട്. ചുറ്റുവട്ടത്തുമായി കൃമികളും കീടങ്ങളും പ്രാണികളും മൃഗങ്ങളുമുണ്ട്. അവയൊന്നും ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നില്ല. അവയൊന്നും ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല. അവയൊന്നും കട തുറങ്ങുന്നില്ല. അവയൊന്നും വണ്ടി ഓടിക്കുന്നില്ല. അവ ആശുപത്രികൾ നടത്തുന്നില്ല. സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും നടത്തുന്നില്ല. കളിക്കളങ്ങൾ സംഘടിപ്പിക്കുന്നില്ല. മനുഷ്യന് മാത്രം. കാരണം ബുദ്ധിയുണ്ട്. മനുഷ്യനെ കൊന്നു തിന്നുന്നില്ല മൃഗങ്ങൾ. ഇന്ന് നമ്മളെ പള്ളിയിൽ എത്ര ടൺ കോഴിയുണ്ട്, എത്ര ടൺ പോത്തുണ്ട്, മൂരിയുണ്ട്, ആടുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ വയറ്റിൽ മനുഷ്യനുണ്ടോ? ഇല്ല. മനുഷ്യനും ജീവിയാണ്, മൃഗങ്ങളും ജീവികളാണ്. പിന്നെന്താ വ്യത്യാസം? കാരണം മനുഷ്യന്റെ കോലം തന്നെയല്ലേ കുരങ്ങിന്. മൃഗങ്ങൾക്കും ഏതാണ്ട് മനുഷ്യന്റെ കോലം തന്നെയാണ്. മനുഷ്യന് മൃഗങ്ങളുടെ കോലം തന്നെയാണ്. ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെന്താ മനുഷ്യനെ കൊല്ലാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാമെന്ന് വെച്ചത്? ബുദ്ധിയുണ്ട്. എന്തിനാ ബുദ്ധി എന്നത്?
പടച്ചോൻ എന്തിനാ നമുക്ക് ബുദ്ധി എന്നത്? ബുദ്ധി കണ്ടെന്താ ആവശ്യം? ജീവിക്കാൻ. കഴുത ജീവിക്കണില്ലേ? മൂട്ട ജീവിക്കണില്ലേ? ഉറുമ്പ് ജീവിക്കണില്ലേ? സകല കൃമികളും കീടങ്ങളും പ്രാണികളും ജീവിക്കുന്നില്ലേ? ഉണ്ട്. ഇനി പുല്ല് മുളക്കുന്നില്ലേ? നെല്ല് മുളക്കുന്നില്ലേ? തെങ്ങും കവുങ്ങും ഉണ്ടാകണ്ടേ? മൂച്ചി പിലാവ് ഉണ്ടാകണ്ടേ? കമ്മ്യൂണിസ്റ്റ് അപ്പം ഉണ്ടാകണ്ടേ? ബുദ്ധി ഉണ്ടായിട്ടാ? നല്ല മാങ്ങ, നല്ല തേങ്ങ, നല്ല ചക്ക, നല്ല അടക്ക, നല്ല നെല്ല്, നല്ല ഗോതമ്പ്, രുചികരമായ ഓറഞ്ചും ആപ്പിളും മുന്തിരിയും പഴങ്ങളും ഫലവർഗങ്ങളും കായികനികളും എല്ലാം അതൊക്കെ വളരുന്ന കല്ലല്ലാതെ മണ്ണല്ലാതെ അല്ലേ? അപ്പൊ പിന്നെ എന്താ? ജീവിക്കാൻ ബുദ്ധി വേണോ? വേണ്ട. ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ ജീവിക്കുന്നു, ബുദ്ധിയില്ലാത്ത ജന്തുക്കൾ ജീവിക്കുന്നു, ബുദ്ധിയില്ലാത്ത ചെടികളും മരങ്ങളും വളരുന്നു, ഫലം കഴിക്കുന്നു. പിന്നെന്തിനാ മനുഷ്യന് ബുദ്ധി? അപ്പോൾ എഴുതാനാണോ? കഥ എഴുതാനാണോ? കവിത എഴുതാനാണോ? സാഹിത്യം വളർത്താനാണോ? നോവലിനാണോ? നാടകത്തിനാണോ? സിനിമക്കാണോ? അല്ല. കാരണം അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. അതില്ലെങ്കിലും മനുഷ്യന് ഉന്നതമായ പടവുകൾ കയറാൻ സാധിക്കും. അതില്ലെങ്കിലും വിജയിക്കാൻ സാധിക്കും. പിന്നെന്തിനാ മനുഷ്യന് ബുദ്ധി കൊടുത്തത്? ചതിക്കാനാണ്? മോഷ്ടിക്കാനാണ്? കള്ളക്കടത്ത് നടത്താനാണ്? ജനങ്ങളെ വഞ്ചിച്ച് സ്ത്രീധനം വാങ്ങാനാണ്? സ്ത്രീധനം കൊടുക്കാനാണ്? പലിശ വാങ്ങാനാണോ? കൊടുക്കാനാണോ? അല്ല. കാരണം പടച്ചതമ്പുരാൻ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞു ബുദ്ധി. ബുദ്ധിയുള്ളവരെ അഭിനന്ദിച്ചു, പ്രശംസിച്ചു. അപ്പോൾ പിന്നെ അത് മോശമായ ഒരാവശ്യത്തിന് വേണ്ടിയാവുമോ? ഇല്ല. എന്നാ പിന്നെ എന്തിനാ ബുദ്ധി? ബുദ്ധിയുള്ള ഒരുപാട് ആളുകളുണ്ട്. ബുദ്ധിജീവിയാന്ന് പറഞ്ഞു. എന്താ ലക്ഷണം? എന്താ ലക്ഷണം? ഷേവ് ചെയ്യുന്നില്ല, മീശയും താടിയൊക്കെ ഒരുപോലെയാണ്, മുടിയും മീശയും താടിയും ഒരുപോലെയാണ്, ശരിക്കും അലക്കുന്നില്ല, സഞ്ചി തൂക്കിയിട്ട് നടക്കുന്നു, പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് പറയലാണ് ചില ആളുകളുടെ ബുദ്ധി. നല്ല ബുദ്ധിയാണ്, ഭയങ്കര സാമർഥ്യം. എന്താ എന്താ കിടിലം കൊള്ളിക്കുന്ന പ്രസംഗമാണ്, പ്രാസമത്ത സംസാരമാണ്. എന്തേ വിഷയം അതറിഞ്ഞൂടാ. ഒരു ചങ്ങാതി ഇങ്ങനെ ഇരുന്നു, കൈയനക്കാതെ, കാലനക്കാതെ, ചുണ്ടനക്കാതെ, മുക്കനക്കാതെ, കണ്ണ് അടക്കാതെ ഇരുന്നു. കുറേ അങ്ങനെ ഇരുന്നപ്പോ ചതില് വന്ന് മൂടി. ചതില് വന്ന് മൂടി. അപ്പോഴും അനങ്ങിയില്ല. ചതൽപുറ്റ്, അതിനാണ് സംസ്കൃതത്തിൽ വാൽമീകം എന്ന് പറയും. ആ ചതൽപുറ്റിന്റെ ഉള്ളിലെ മനുഷ്യനാണ് വാൽമീകി മഹർഷി എന്ന് പറയാം. ഇല്ലാത്ത കഥയാണ്, പൊട്ടൻ കഥയാണ്, കെട്ടുകഥയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വാൽമീകി മഹർഷി എന്ന ഹോജ ഹൈന്ദവ സമൂഹത്തിൽ. അപ്പൊ എന്താ? വലിയ ബുദ്ധിയാണ്. എന്താ? എന്തുണ്ടായിട്ടും അനങ്ങിയില്ല. കഴിയോ? ലോകത്താർക്കെങ്കിലും കഴിയും? ഇല്ല. അതിനാണോ ബുദ്ധി? ഡയോജനിസ് എന്നൊരു ചങ്ങാതി പട്ടാപ്പകല് നട്ടുച്ചക്ക് ചൂട്ടും കത്തിച്ച് നടക്കുക അങ്ങാടി കൂടെ, ഗ്രീസിൽ ഏതൻസിലത്തിരി വീതിയിലൂടെ. എല്ലാരെയും മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ടിങ്ങനെ ചൂട്ടിങ്ങനെ സൂക്ഷിച്ചു നോക്കുക. പിരാന്താണ് സാധനം. എന്താ നിങ്ങളെന്താ നോക്കുന്നത്? ഞാനൊരു മനുഷ്യനെ നോക്കുകയാണ്. ഓഹ്, എന്തൊരു കിബിറ് ആലോചിച്ചു. അപ്പൊ ഈ കണ്ട ആൾക്കാരൊന്നും മനുഷ്യന്മാരല്ല, ഇവരൊന്നും മനുഷ്യന്മാരല്ല എന്ന് ഇവർക്ക് അറിയില്ല. നിങ്ങളൊക്കെ മനുഷ്യന്മാരല്ല എന്ന് എനിക്ക് മാത്രം അറിയാം എന്ന് ഞാൻ പറഞ്ഞാൽ, അവര് മനുഷ്യനെ കണ്ടെത്തണമെങ്കിൽ എല്ലാരെയും മുഖത്ത് നോക്കിയാൽ തന്നെ മൂപ്പർക്ക് മനസ്സിലാവും. ഇതിനാണോ ബുദ്ധി? എല്ലാ